ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ പാഷനേറ്റ് ഏരിയയെക്കുറിച്ച് ഇന്നലെ പറഞ്ഞല്ലേ. നമ്മുടെ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ പാഷനേറ്റ് ഏരിയ എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ പാഷനേറ്റ് ഏരിയയെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുക, അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിലെത്തുക, ആ പാഷനേറ്റായിട്ട് അതായത് വളരെ ഇഷ്ടത്തോടുകൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ എൻ്റെ ഒരു വരുമാന മാർഗമായി മാറുക, എൻ്റെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിനെ ഒരു കാരണമാക്കി മാറ്റുക എന്നതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിനെ ഒരു ലക്ഷ്യമാക്കി മാറ്റണം എന്നുള്ളതാണ് അല്ലേ. അപ്പം അത് ലക്ഷ്യമായിട്ട് മാറുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാനും ആ പ്രവർത്തിച്ചുകൊണ്ട് അത് നേടിയെടുക്കാനും കഴിയുക. സിമ്പിളാണ്. ലക്ഷ്യം നേടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണം. വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പാഷനേറ്റ് ഏരിയ നമ്മൾ കാണുക, മനസ്സിൽ നമ്മുടെ ഇഷ്ടത്തോടുകൂടെ നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തെ നമ്മളൊരു ലക്ഷ്യമായിട്ട് കാണുക. ലക്ഷ്യമായിട്ട് എങ്ങനെയാണ് കാണേണ്ടത്? ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ ആ ഇഷ്ടത്തോടുകൂടെ ചെയ്യുന്ന ആ കാര്യത്തെ ഈ ലോകം മുഴുവനും അറിയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഇതിനേക്കാളും ഒരു 10 മടങ്ങ് വളർച്ചയുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് ഞാനൊന്ന് കാണുക. ഉദാഹരണത്തിന്, ഞാൻ നന്നായിട്ട് ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വളരെ സമയം കിട്ടുന്ന സമയത്ത് വെറുതെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളാണെങ്കിൽ, ഞാനെന്ത് ചെയ്യുകയാണ്, ആ ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്ന ഒരു ഫേം നടത്തുന്ന ഒരാളായിട്ട് മാറുകയാണ്. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം നമുക്ക് നേടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം നേടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടു കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു ജോലി ചെയ്യുന്നതായിട്ട് പോലും തോന്നുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതൊരു ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല. ഇത് നമ്മൾ ഇഷ്ടത്തോടു കൂടി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സിമ്പിൾ കാര്യം മാത്രമാണ്. അപ്പം എങ്ങനെ ഇതിനെ നമ്മൾ കാണുന്ന തലത്തിലേക്ക്, നമ്മൾ കാണുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളതാണ്. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് സർവശക്തനായ തമ്പുരാനായ പടച്ചവനാണ്. അതെ, പടച്ചവനാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. നമ്മളൊന്നുമല്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. എല്ലാം പടച്ചവൻ അർപ്പിക്കുക. പടച്ചവൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏത് വലിയ ചെറിയ ലക്ഷ്യവും നിമിഷ നേരം കൊണ്ട് എനിക്ക് നേടിത്തരാനുള്ള കഴിവ് പടച്ചവനുണ്ട് എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുക. അതിനു വേണ്ടി ഞാൻ തയ്യാറാവുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതം വിജയിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ആഗ്രഹമുള്ളതൊന്നും പടച്ചവൻ തരികയില്ല. ഇതുപോലെയുള്ള നമ്മളെ പിറകോട്ട് വലിക്കുന്ന നെഗറ്റീവായ വിശ്വാസങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഏതോ ഒരു സംഭവം നമുക്ക് കിട്ടാഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു, പടച്ചവൻ ഇനി ഒന്നും എനിക്കിതില്ല, ഇനി ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ പടച്ചവൻ നമുക്ക് നേടിത്തന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ചില സ്ത്രീകളൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും പടച്ചവൻ തരാറില്ല എന്ന്. അപ്പോൾ ഞാൻ സൈഡിൽ നിൽക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, ഈ കുഞ്ഞുങ്ങളൊക്കെ പടച്ചവൻ തന്നതല്ലേ? അപ്പോൾ അവർ പറയും, അതെ, ഇതല്ല വേറെ. ഞാൻ ചോദിച്ചു, വേറെ എന്താണ് നിങ്ങൾക്ക് പടച്ചവൻ തരാത്ത? അപ്പം എടുത്ത് ഭർത്താവുണ്ടോ, ഭർത്താവിലേക്ക് ഞാനൊന്ന് നോക്കും. അപ്പം അവർ പറയും, ഭർത്താവിന് തന്നിട്ടുണ്ട്, അത് ശരിയാണ്, ഇതല്ല വേറെ. ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് നിങ്ങൾക്ക് തരാത്തത്? നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിപ്പില്ലേ? ആ ഉണ്ട്. ആരോഗ്യത്തോടെ അല്ലേ? ആ ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒന്നും പടച്ചവൻ തരുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇത് നമ്മൾ ഏതോ ഒരു സമയത്ത് നമുക്ക് എന്തോ ഒന്ന് കിട്ടാഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ തല്ലിപ്പൊളിച്ച് കളയണം. അത് ശരിക്കും വെറുതെ നമ്മൾ അറിയാതെ ഉണ്ടായ, നമ്മളെ പിറകോട്ട് വലിക്കുന്ന, ഒരിക്കലും നമ്മളെ വളർത്താത്ത ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ നമ്മൾ വലിച്ചെറിയുകയും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം പടച്ചവൻ തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം അല്ലേ. പടച്ചവൻ ഞാൻ വിശ്വസിക്കുന്നതെല്ലാം എനിക്ക് തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും, ഇപ്പോൾ നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്ന പല കാരണങ്ങളും എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് പടച്ചവൻ വിചാരിച്ചു കഴിഞ്ഞാൽ നീക്കാൻ കഴിയും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കണം. ഞാൻ അതിനു വേണ്ടി തുനിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വാതിലുകളും വഴികളും തുറക്കുന്ന അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ആദ്യപടിയായിട്ട് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ മാറ്റുക. എനിക്ക് ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളെ പടച്ചവൻ തരും എന്ന വിശ്വാസത്തിലേക്ക് ഞാൻ വരിക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ ഒരു വലിയ വാതിൽ തുറക്കുകയാണ്. ഭയങ്കര പ്രകാശമുള്ള, ഒരുപാട് ദൂരെയുള്ള, ഒരുപാട് നിറങ്ങളുള്ള മനോഹരമായൊരു വാതിൽ തുറക്കും. ആ വാതിലിൻ്റെ ഉള്ളിൽ ഞാൻ തേടി യാത്ര ചെയ്ത് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും. ഇതാണ് ലക്ഷ്യങ്ങൾ നേടാൻ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിറകോട്ട് വലിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളെ വലിച്ചെറിയുക. എൻ്റെ ലക്ഷ്യങ്ങൾ പടച്ചവൻ തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. 3, ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഓക്കെ,
ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ടാറ്റ ബൈ ബൈ.